ഹലോ, ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് പോകുന്ന ഒരുക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഇതെൻ്റെ സെക്കൻഡ് സിസ്റ്ററിൻ്റെ മോള് തനി. എന്നെപ്പോലെ തന്നെ മേക്കപ്പ് ഫീൽഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഇവളും. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ പുള്ളിയുടെ പിറകെ ആയിരിക്കും ഇവൾ എപ്പോഴും മേക്കപ്പ് ചെയ്താന്ന് പിറകെ നടക്കും കേട്ടോ, ഒരു വാല് പോലെ. അപ്പോൾ അവളെ ഒരുക്കി കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും റെഡിയായി. ആക്ച്വലി ഇന്ന് എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അവൾക്ക് ഇന്ന് 6 വയസ്സായി. അപ്പോൾ ഞാനും അമ്മയും ചേച്ചിയും 5:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് വിളക്ക് കത്തിച്ചിട്ട് ഇറങ്ങിയായിരുന്നു. ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഒരാളെ പിക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നു, എൻ്റെ സെക്കൻഡ് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനെ. അപ്പം ചേട്ടൻ വർക്കിലായിരുന്നു. അപ്പോൾ ചേട്ടനെ വീട്ടിൽ പോയി ചേട്ടനെയും കൂടെ പിക്ക് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും ഫസ്റ്റ് പോയത് ആർക്കയിലായിരുന്നു മോക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഡ്രസ്സ് മാത്രമേ എടുത്തുള്ളൂ, കളക്ഷൻ ഭയങ്കര കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ സുഡിയോയിലോട്ട് പോയി. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോൾ ചേച്ചിയുടെ വീട്ടിലെത്തിയായിരുന്നു. പുറത്തു പോയി സെലിബ്രേറ്റ് ചെയ്യാമെന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ മഴ കാരണം അത് മാറ്റി. ഞങ്ങളവിടെ എത്തിയപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടുപോയി, അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ നല്ല ഭംഗിയുള്ളൊരു കേക്കായിരുന്നു. പിന്നെ ഇത് ശ്രേയക്കുട്ടി ആദ്യമായിട്ടാണ് എന്നെ കണ്ട് ചിരിച്ചുകൊണ്ട് ഓടി വന്നത്, ഇല്ലെങ്കിൽ കരച്ചിലാണ്. പിന്നെ ഇതാണ് ചേച്ചിയുടെ മോള്, ഇതിക എന്നാണ് പേര്. മോൾക്കാണ് ഞാൻ കൃഷ്ണനായിട്ട് മേക്ക് ഓവറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഫാമിലിയിലെ ആദ്യത്തെ കുഞ്ഞാണ്. സത്യം പറഞ്ഞാൽ 6 വർഷമായിരുന്നു, ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ആ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ, നല്ല ഫ്ലേവറായിരുന്നു. പിന്നെ ചേച്ചി സ്പെഷ്യലായിട്ട് ബക്കറ്റ് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു 9-9:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.